പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം പറയുന്നു. അതിനായി കർത്താവായ ഈശോ ഒരിക്കൽ കൂടി അനുവദിച്ചോർത്ത് യേശു ക്രിസ്തുവിന് നന്ദിയും സ്തുതിയും സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താണ്? കഴിഞ്ഞ ദിവസം ഈ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൻ്റെ കാലഘട്ടവും പശ്ചാത്തലവും ഒരുങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേക സന്ദേശങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിന് ഈ സമൂഹത്തോട്, ഈ സഭയോട്, ഈ ലോകത്തോട് തൻ്റെ വരവിൻ്റെ മുമ്പായി ഏറ്റവും അവസാനമായി പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ദൈവം ആത്മാവാണ്. ആത്മാവാകുന്ന ആ ദൈവത്തിന്, ആത്മാവെന്ന് പറഞ്ഞാൽ അഗ്നി എന്നാണ് അർത്ഥം. അഗ്നി രൂപത്തിലായിരിക്കുന്ന ദൈവത്തിന് നമ്മുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാൻ പറ്റുകയില്ല. അതിൻ്റെ കാരണം, ഈ ദൈവം എന്ന വ്യക്തി മനുഷ്യൻ്റെ രൂപമെടുത്ത് ഭൂമിയിൽ വന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിച്ചിട്ട് പോയി. ഇനിയിപ്പോൾ വീണ്ടും ഒരു വരവ് അതിന് മുമ്പ് വന്ന് സംസാരിക്കുക എന്നുള്ളത് അസാധ്യമാണ്. ഇനി രണ്ടാം വരവ് എന്ന സംഭവം മാത്രമേ നിലവിൽ ഭൂമിയിലുള്ളൂ. ഈ പശ്ചാത്തലം നിലവിൽ നിൽക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ, കർത്താവിന് ചില വ്യക്തികളെ വിളിച്ചു വരുത്തി, ചില വ്യക്തികളെ ഓർമ്മിപ്പിച്ച്, ചില വ്യക്തികളോട് പ്രത്യേക ചില ദൂതുകൾ, ചില സന്ദേശങ്ങൾ ഒക്കെ നൽകിക്കൊണ്ട് ജനത്തോട് സംസാരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അത്തരം പശ്ചാത്തലത്തിലാണ് ചില വ്യക്തികളെ ചില ദൗത്യങ്ങൾ പ്രത്യേകം ഏൽപ്പിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് എളിദാസിൽ കൂടെയുള്ള യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിൽ കൂടെയുള്ള നിങ്ങൾ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ 5-ാം ഭാഗം നമ്മൾ കേൾക്കുകയുണ്ടായി. അതിനകത്ത് നമ്മൾ കേട്ടത്, ആദ്യം ഞാൻ ആർക്കും കൊല്ലാൻ പറ്റാത്ത പെരുമ്പാമ്പ് എന്ന് പറഞ്ഞെങ്കിൽ പിന്നീട് അതിൻ്റെ നിഗൂഢാർത്ഥം സെക്സ് എന്ന വിഷയത്തെക്കുറിച്ചാണ് എന്നും അതിനെക്കുറിച്ചുള്ള ക്ലാസ് ഞാൻ നിങ്ങൾക്ക് തരികയുണ്ടായി. ഈ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ശരിയായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏക സത്യമെന്ന് പറയുന്നത്, ലോകം തുടങ്ങിയതും ലോകം അവസാനിക്കുന്നതും ഒരു പാപത്തിൽ നിന്നാണ്. അത് പാപം എന്ന് പറയുമ്പോൾ തിന്മ, പാപത്തിൻ്റെ പ്രവൃത്തി രൂപമാണ് തിന്മ. ലോകം തുടങ്ങുന്നതും ദൈവം അനുവദിച്ച വിശുദ്ധീകരണ പ്രക്രിയയിൽ നിന്ന് മാറിയിട്ടുള്ള തിന്മയിൽ കൂടെ, അതായത് ദൈവം അനുവദിച്ച ഒരു വിവാഹത്തിൽ അധിഷ്ഠിതമായ, ഒരു സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ലൈംഗിക പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നമുക്ക് തന്നത്. എന്നാൽ അതിൽ വ്യത്യസ്തമായി നമ്മൾ സ്വന്തമായി മറ്റ് ചില ആരുടെയൊക്കെയോ ചില നിർദ്ദേശങ്ങളും ചില പഠനങ്ങളും ചില കാഴ്ചപ്പാടുകളും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ അത് രീതിപ്രകാരം ജീവിക്കുമ്പം അത് തിന്മയാണെന്നും ആ തിന്മയിൽ കൂടെ നിങ്ങൾ പോകരുതെന്നും ആ തിന്മ നിങ്ങൾ പിന്തുടർന്നാൽ അത് അവസാനം എത്തിച്ചേരുന്നത് ലോകയുദ്ധത്തിലും ലോക അവസാനത്തിലുമാണ് എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞത്, ഇനി വരുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടറുകളാണെന്നും ആ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ എന്തു സമയം നമ്മുടെ ആത്മാവിനെ അവർ രജിസ്റ്റർ ചെയ്ത് മേടിക്കും എന്ന് ഞാൻ പറയണ്ടായി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ഈ ആത്മാവിനെ രജിസ്റ്റർ ചെയ്ത് മേടിക്കുന്നത്? എന്താണ് ഈ ആത്മാവിനെ രജിസ്റ്റർ ചെയ്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളിങ്ങനെ മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ കല്യാണം കഴിച്ചു. ഒരു സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരെ കല്യാണം കഴിച്ചു. അവരുടെ കല്യാണത്തിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ, നമ്മുടെ ഭാഷ പറഞ്ഞാൽ മണിയറ അല്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയും. ഈ ഫസ്റ്റ് നൈറ്റിലേക്കൊക്കെ കയറുമ്പോൾ അവിടെ ആദ്യ രാത്രി എന്നൊക്കെ മലയാള ഭാഷ പറഞ്ഞാൽ ആദ്യ രാത്രി, ഈ ആദ്യ രാത്രിയിൽ ഇവർ തമ്മിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് സംസാരിക്കേണ്ടതെന്നത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രചോദനം തരുന്നതനുസരിച്ചാണ് നമുക്ക് വേണ്ടത്. അതിനാണല്ലോ ദൈവാത്മാവ് നമ്മളിൽ വസിക്കുന്നു, ദൈവാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്നതുകൊണ്ടാണല്ലോ. എന്നാൽ അവിടെ ആ ആദ്യ രാത്രിയിൽ എന്ത് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നതും, എപ്പോൾ സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നതും, എങ്ങനെ സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നതും, ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന് തീരുമാനിക്കുന്നതും ഇനി മുതൽ നമ്മളല്ല, നമ്മളെ നിയന്ത്രിക്കുന്ന, നമ്മളെ പ്രത്യേക രീതിയിൽ രജിസ്റ്റർ ചെയ്ത് നമ്മളെ കസ്റ്റഡിയിലാക്കിയിരിക്കുന്ന, നമ്മളെ പൊതിഞ്ഞു വച്ചിരിക്കുന്ന, പിടിച്ചു വച്ചിരിക്കുന്ന, ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില സംവിധാനങ്ങൾ, ചില തത്വസംഹിതകൾ. അതിൻ്റെ ഒന്ന് കമ്പ്യൂട്ടർ എന്ന് പറയാം, മറ്റൊന്ന് ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റ് ചില ആശയങ്ങൾ, മറ്റ് ചില കാഴ്ചപ്പാടുകൾ. അതായത് ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായ ചില കാഴ്ചപ്പാടുകൾ, ദൈവിക പ്രചോദനത്തിന് അപ്പുറത്തേക്കുള്ള ചില കാഴ്ചപ്പാടുകൾ, അല്ലെങ്കിൽ ദൈവാത്മാവ് സംസാരിക്കുന്നതിന് പകരമായിട്ട് മറ്റാരോ സംസാരിക്കുകയോ
പ്രേരിപ്പിക്കുകയോ ചെയ്യുന്നതിന് അനുസരിച്ച് മാത്രം നീ സംസാരിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ ഇത്രമാത്രം വ്യക്തമായിട്ട് പറയാൻ കാരണം. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മളൊരു സത്യം മനസ്സിലാക്കണം. അതായത് ലോകം അന്ത്യ കാലഘട്ടത്തിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടെയാണ് ലോകം കടന്നു പോകുന്നത്. അത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്നും പോയോ, നമ്മുടെ നിയന്ത്രണം നമ്മുടെ കയ്യിൽ നിന്ന് അല്ലാതെ മറ്റൊരവസ്ഥയിലേക്ക് മാറിയോ എന്നതിനെപ്പറ്റി ഒരു പഠനമാണ്. ആ പഠനത്തെ ആസ്പദമാക്കി നമ്മൾ പഠിക്കാൻ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നതും പഠിക്കുന്നതും വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനമാണ്. പ്രിയപ്പെട്ടവരെ, വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ വെളിപാടിൻ്റെ പുസ്തകം 13-ാം അധ്യായം 5-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞു, നമ്മുടെ ആത്മാവിൻ്റെ നിയന്ത്രണം മറ്റൊരു വ്യക്തി അഥവാ ക്വാണ്ടം കമ്പ്യൂട്ടർ ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കും എന്നതിനെപ്പറ്റി നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെയാണ് അതിനകത്ത് കാണുന്നത്. അതിനകത്ത് നമ്മളിങ്ങനെ കാണുകയാണ്, ദൈവദൂഷണവും വമ്പും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. വിശുദ്ധരോട് പടപൊരുതി അവരെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളോടും ജനതകളോടും ഭാഷകളോടും രാജ്യങ്ങളോടും മേൽ അതിന് അധികാരവും ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വചനമാണ് നമ്മൾ ഏറ്റവും വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ നിയന്ത്രണം, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആത്മാവിൻ്റെ സ്ഥിതി, നമ്മുടെ ആത്മാവിനെ അവർ രജിസ്റ്റർ ചെയ്ത് മേടിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിയായ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മളല്ല സംസാരിക്കുന്നത്. നമ്മുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഇൻ്റർനെറ്റിലോ മൊബൈൽ ഫോണിലോ ഒക്കെ ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവല്ലാതെയുള്ള സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെക്കുറിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഭൂമിയിൽ ഉടൻ വരാൻ പോവുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവദൂഷണവും വമ്പും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ആ വായ് ആണ് എന്ത് ഇനി വരാൻ പോകുന്നു. ആ വായിൽ കൂടെ നമ്മളോട് സംസാരിക്കും, നീ ഇന്ന കാര്യങ്ങൾ സംസാരിക്കണം, നീ ഇതുപോലെ സംസാരിക്കണം, നീ ഇതുപോലെ ചെയ്യണം, നീ ഇതുപോലെ പ്രവർത്തിക്കണം, നീ ഇതാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ നമ്മളോട് പറയുന്ന ഒരവസ്ഥയിലേക്ക് ലോകം മാറ്റപ്പെടുകയാണ്. ആ മാറ്റപ്പെടുന്ന പശ്ചാത്തലം വന്നു കഴിയുമ്പോൾ ഇനി മേൽ നമ്മുടെ ആത്മാവോ ദൈവാത്മാവോ അല്ല സംസാരിക്കുക. നമുക്ക് നേരിട്ട് സംസാരിക്കാൻ ഒരവകാശവുമില്ല. നമുക്ക് നേരിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ ഒരു പശ്ചാത്തലമില്ലാത്ത വിധം ലോകം അന്ത്യത്തിലേക്ക് അടുക്കുമ്പോൾ ഇങ്ങനെ പറയുകയാണ്, ദൈവദൂഷണവും വമ്പും പറയുന്ന ഒരു വായ് അതിന് നൽകപ്പെട്ടു. ആ വായ എന്ന് പറഞ്ഞാൽ നമ്മൾ സൗണ്ട് ബോക്സ് എന്ന് പറയും. സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ ഒരു വ്യക്തി സംസാരിക്കുന്ന മൈക്കൂടെ സംസാരിക്കുന്ന ദൂരെ ഇരുന്ന് കേൾക്കുന്നു. അല്ല, നമ്മുടെ മൊബൈൽ ഫോണുകളൊക്കെ സൗണ്ട് ബോക്സാണ്, അതിൽ കൂടെയാണ് നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്നത്. അപ്പോൾ അതിനൊരു വായ് നൽകപ്പെട്ടു. 42 മാസം പ്രവർത്തനം നടത്താൻ അതിന് അധികാരവും നൽകപ്പെട്ടു. ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. കണ്ടോ, ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അപ്പോൾ നമ്മളിനി നമ്മുടെ ഫസ്റ്റ് നൈറ്റിലായാൽ എന്തു സംസാരിക്കണം? ദൈവത്തിനെതിരെ സംസാരിക്കണം. നമ്മുടെ ഫസ്റ്റ് നൈറ്റിലൊക്കെ ഭാര്യ ഭർത്താവ് കല്യാണം കഴിച്ച് ഫസ്റ്റ് നൈറ്റൊക്കെ ആരംഭിക്കുമ്പോൾ അവരവിടെ എന്താ പറയേണ്ടത്? ദൈവദൂഷണപരമായ കാര്യം. അപ്പം നമ്മളിന്ന് വിവാഹം നമുക്കിനി ആവശ്യമില്ല, വിവാഹത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇനി വിവാഹം നമ്മൾ കഴിച്ചതാണെങ്കിൽ പോലും, വിവാഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പോലും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി ചെയ്യാനുള്ളത് ദൈവദൂഷണപരമായ കാര്യം. അതായത് ദൈവം അനുവദിക്കുന്ന ആത്മീയ തലത്തിലെ കാര്യങ്ങളല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടാൻ പോവുകയാണ്. അതിനുശേഷം ദൈവത്തിനെതിരെ ദൂഷണം പറയാൻ അത് വായ് തുറന്നു. അവിടുത്തെ നാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദുഷിച്ചു പറഞ്ഞു. കണ്ടോ, അവിടെ നിന്നാണ് അവിടുത്തെ നാമത്തെയും, അവിടുത്തെ നാമം യേശു ക്രിസ്തു എന്ന ഏക സത്യദൈവ നാമം, യേശു എന്ന നാമം, അവിടുത്തെ നാമം യേശു, അവിടുത്തെ വാസസ്ഥലം സ്വർഗവും
സ്വർഗത്തിൻ്റെ സത്യാവസ്ഥയും സ്വർഗത്തിൽ വസിക്കുന്നവരെയും അത് ദൂഷിച്ചു പറഞ്ഞു. അപ്പോൾ സ്വർഗം എന്നത് ഇല്ല എന്നും അതൊരു തട്ടിപ്പാണെന്നും അല്ലെങ്കിൽ ഒരു മിഥ്യയാണെന്നും ആദ്യമേ വരുത്തി തീർക്കുക, അങ്ങനെ പഠിപ്പിക്കുക. മറ്റൊന്ന്, സ്വർഗത്തിൽ വസിക്കാൻ സ്വർഗസ്നായ പിതാവായ ദൈവത്തിൽ നിന്നുമാണ് ഇതെല്ലാം ഉണ്ടായതെന്നും ഉരുവായതെന്നും സകലവിധ നിയമങ്ങളും സകലവിധ സത്യങ്ങളും സകലവിധ ലോകത്ത് കണ്ണുകൊണ്ട് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വന്നത് സ്വർഗത്തിലെ പിതാവായ ദൈവം സൃഷ്ടിച്ചതാണ് എന്നുള്ള വിശ്വാസം, ആ വിശ്വാസത്തിൽ ആസ്പദമായ എല്ലാ കാര്യങ്ങളും എന്താണ്, അത് മിഥ്യയാണെന്ന് വരുത്തി തീർക്കുക, അത് ശരിയല്ലെന്ന് വരുത്തി തീർക്കുക. അത് പിതാവായ ദൈവത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതല്ല, മറിച്ച് ഞാനാണ് തന്നത് എന്ന് പറഞ്ഞാൽ സാത്താനാണ് തന്നതെന്ന് വരുത്തി തീർക്കുക. അവിടുത്തെ വാസസ്ഥലയും അത് ദൂഷിച്ചു പറഞ്ഞു. വിശുദ്ധരോട് പടപൊരുതി അതിനെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദവും നൽകപ്പെട്ടു. വിശുദ്ധര് ഒന്നാമത്തെ വിശുദ്ധത പറയുന്നതാണ് ഇസ്രായേൽ ജനം, രണ്ടാമത്തെ വിശുദ്ധത പറയുന്നതാണ് ക്രിസ്ത്യാനികൾ. അപ്പോൾ ഇസ്രായേൽ ജനത്തെയും ക്രിസ്ത്യാനികളെയും പരാജയപ്പെടുത്തുക, തോൽപ്പിക്കുക, അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുക, അവരെ ഒരു പ്രത്യേക പൈശാചികശക്തിയാൽ ബന്ധിക്കുക, അങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്താവാം, അല്ലെങ്കിൽ ആശയപരമായിട്ടാകാം, അതുമല്ലെങ്കിൽ അവരെ ഈ ആധുനിക ലോകത്തിൻ്റെ കെട്ടുകൾ, അതായത് ബന്ധനങ്ങൾ, അതായത് നമ്മൾ കണ്ട പാമ്പിൻ്റെ ബന്ധനങ്ങൾ, പാമ്പിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, അതിൻ്റേതായ ചലനങ്ങൾ എല്ലാം അതുമായിട്ട് പാമ്പുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ഇന്ന് ആധുനിക ലോകം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളാലും നാം കീഴ്പ്പെടും എന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത്, നമ്മുടെ ആത്മാവിനെ രജിസ്റ്റർ ചെയ്ത് അവർ മാറ്റും. പിന്നെ നമുക്ക് സ്വന്തമായി സംസാരിക്കാൻ ഒരവകാശവും സാഹചര്യം ഇല്ലാത്ത രീതിയിൽ വരും എന്ന് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ. അത് വിശുദ്ധരോട് പടപൊരുതി തന്നെ കീഴ്പ്പെടുത്താൻ അതിന് അനുവാദം നൽകി. സകല ഗോത്രങ്ങളോടും ജനങ്ങളോടും ഭാഷകളോടും രാജ്യങ്ങളുടെ മേലും അതിന് അധികാരം ലഭിച്ചു. സകല ഗോത്രം എന്ന് പറയുമ്പോൾ അത് ഇസ്രായേൽ ജനമാണ്, 12 ഗോത്രങ്ങൾ. അപ്പോൾ ഇസ്രായേൽ ജനത്തെ പോലും ഈ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള അധികാരം അതിന് നൽകപ്പെടും, അതിന് കിട്ടും. അതാണ് കർത്താവോടെ പറയുന്നത്. സകല ഗോത്രങ്ങളോടും. പിന്നെ ഒന്നാണ് ജനതകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ജനങ്ങൾ എന്ന് പറയുമ്പോൾ അതെന്താണ്, ലോകത്തുള്ള എല്ലാ ജനങ്ങളുമാണ്. അതിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജനം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾ. അതാണ് ഏറ്റവും അധികമായിട്ട് ദൈവം അർത്ഥമാക്കുന്നതും മനസ്സിലാക്കുന്നതും. ജനതകളും ഭാഷയുടെ മേൽ. എന്താണ് ഈ ഭാഷയെന്ന് പറയുന്നതാണ് ആത്മാവിൻ്റെ ഭാഷ, ദൈവാത്മാവിൻ്റെ ഭാഷ, ദൈവവചനത്തിൻ്റെ ഭാഷ, കൂദാശകളുടെ ഭാഷ, ആരാധനയുടെ ഭാഷ, യേശു ക്രിസ്തുവിൻ്റെ ഭാഷ, വിശുദ്ധിയുടെ ഭാഷ, അതെല്ലാം ഭാഷയുടെ വിവിധ ഭാഗങ്ങളാണ്. ആ ഭാഷയുടെ മേൽ, ദൈവവചനത്തിൻ്റെ മേൽ, ദൈവവിശുദ്ധിയുടെ മേൽ, ആ ദൈവവിശുദ്ധിയാവുന്ന ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മേൽ, അതാണ് അർത്ഥം. ജനതകളുടെ മേൽ, ഭാഷയുടെ മേൽ, അടുത്ത രാജ്യങ്ങളുടെ മേൽ. അത് നമുക്കറിയാം. എന്നാൽ ലോകരാഷ്ട്രങ്ങൾ എന്നുള്ള രാജ്യമല്ല ഇവിടെ ദൈവം അർത്ഥമാക്കുന്നു. ദൈവം അർത്ഥമാക്കുന്ന ലോകരാജ്യങ്ങൾ അല്ല. അതായത് ഒന്ന് സ്വർഗരാജ്യം, മറ്റൊന്ന് ലോകരാജ്യം, മറ്റൊന്ന് പാതാള രാജ്യം. 3 രാജ്യമുണ്ട്. ത്രിലോകം. അന്ന് ഒന്ന് സ്വർഗരാജ്യം, 2 പാതാള രാജ്യം, 3 ഭൂമി, ഈ ലോകം. ഈ 3 രാജ്യങ്ങളുടെ മേൽ അധികാരവും അവന് ലഭിച്ചു. അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണം ആരെ ഏറ്റെടുക്കും? ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ സാത്താൻ ഏറ്റെടുക്കും. ആ സാത്താൻ അങ്ങനെ ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്തു ചെയ്യും? നമുക്ക് സ്വന്തമായിട്ട് സംസാരിക്കാൻ ഒന്നുമില്ല. നമ്മൾ തമ്മിൽ കാണുമ്പോൾ സംസാരിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരെന്ന് ആ കാലഘട്ടം വരുമ്പോൾ ഭാര്യാഭർത്താക്കന്മാരില്ല. അപ്പോൾ അവിടെ മുഴുവൻ എന്താണ്? പാമ്പിൻ്റെ സംസ്കാരമായിരിക്കും. സർപ്പത്തെപ്പോലെ സംസാരിച്ചു, അത് സർപ്പത്തെപ്പോലെ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ നമുക്കവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിനെ രജിസ്റ്റർ ചെയ്ത് മാറ്റാൻ പശ്ചാത്തലമായി എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, പ്രിയ സഹോദരരെ, നമ്മൾ ഈ കാലഘട്ടത്തെ വിവേചിക്കുക എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തെ വ്യക്തമായ ഭാഷയിൽ മനസ്സിലാക്കുക, വളരെ വ്യക്തമായ രീതിയിൽ ഈ കാലഘട്ടത്തെ മനസ്സിലാക്കുക. എപ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകുന്നത്? എപ്പോഴാണ് നമ്മുടെ ആത്മാവിനെ പൂർണ്ണമായും മറ്റൊരു ആശയം, ആൾക്കാർ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകൾ
അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് നിശ്ചയിക്കുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ തന്നെ നമുക്ക് ഒരു നിശ്ചിത സമയത്ത് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉറങ്ങാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഉറങ്ങാൻ പറ്റാത്തത്? നമ്മൾ മൊബൈൽ ഫോണിൽ ഒരുപാട് ആശ്രയിക്കുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, നമ്മുടെ ചെറുപ്പക്കാരൊക്കെ അല്ലെങ്കിൽ ഇന്ന് ആ, പല വീടുകളിലും രാത്രി സമയത്തൊക്കെ 10, 11 മണി, 12 മണി, 1 മണി സമയത്തൊക്കെ വെളിച്ചം കാണാം. അതിൻ്റെ കാരണം എന്താണ്? അവിടെയൊക്കെ മൊബൈൽ ഫോൺ ഓണാക്കി വെച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ക്രമം തെറ്റിയാണ് ഉറങ്ങുന്നത്. യഥാർത്ഥ സമയത്ത് ഉറക്കമില്ല, സന്ധ്യാസമയത്ത് പ്രാർത്ഥനയില്ല, നേരത്തെ കാലത്ത് ഉറക്കമില്ല, സമയത്ത് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലത്തെ കാരണമെന്ന് പറയുന്നത്, നമ്മളെ സമയത്ത് ഉറക്കാനോ ഭക്ഷണം കഴിക്കാനോ ഇപ്പോൾ പോലും അനുവദിക്കപ്പെടുന്നില്ല. കാരണം നാം അത്രമാത്രം ഇതിൻ്റെ എല്ലാം അടിമത്തത്തിലേക്ക് പോയി. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ആത്മാവിനെ കൂടെ രജിസ്റ്റർ ചെയ്ത് മാറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നാൽ പിന്നെ നാം അല്ല സംസാരിക്കുന്നത്. നമുക്ക് വേണ്ടി നാം എന്ത് സംസാരിക്കുമ്പോഴെന്നുള്ള നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ചില സംവിധാനങ്ങൾ വരും. ആ പശ്ചാത്തലമൊക്കെ അടുത്തു വരാറായി. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു ജീവിതത്തെ ക്രമീകരിച്ചെടുക്കുവാൻ നാം ഇപ്പോഴേ ഔത്സുക്യം കാണിച്ചില്ലെങ്കിൽ, പ്രിയ സഹോദരരെ, ദുരന്തങ്ങളുടെ മേൽ ദുരന്തങ്ങൾ വന്നു ചേരും എന്ന യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാം. അതിനായി നമ്മളിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക്, പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ടുള്ള ഒരുക്കം നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ എന്താണ് സർപ്പം, എന്താണ് അത് വിഭിക്ഷിക്കുന്നത്? സർപ്പം അത് സർപ്പത്തെപ്പോലെ സംസാരിച്ചു എന്ന് പറയുമ്പോൾ ആ വിവക്ഷ, ആ ദൈവവചനം കൊണ്ട് വിഭിക്ഷിക്കുന്നത് എന്താണ്? ആ ദൈവവചനത്തിൻ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അതാണ് നമ്മളിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ചിന്തിക്കുന്നത് അത് സർപ്പത്തെപ്പോലെ സംസാരിച്ചു, അല്ലെങ്കിൽ സർപ്പത്തിൻ്റെ പ്രവൃത്തി എന്ന് നമ്മൾ പറയുമ്പോൾ നമുക്കതിൽ നിന്നും വിഭിക്ഷിക്കുന്ന നിഗൂഢമായ അർത്ഥങ്ങളെ നമ്മൾ കണ്ടെത്തണം. ഒരു 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 ഉപരിപ്ലവമായൊരു കണ്ടെത്തലോ ഉപരിപ്ലവമായൊരു ആശയമോ അല്ല. അതിനപ്പുറത്തേക്ക് ഇത് ദൈവത്തിൻ്റെ ആത്മാവ് ത്രിതലത്തിൽ ഇത് എന്തർത്ഥമാക്കുന്നു? ദൈവത്തിൻ്റെ ആത്മാവ് ഇത് നിഗൂഢമായി എന്ത് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു, എന്ത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നു? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ സത്യത്തെ കാര്യങ്ങളെ ബോധ്യപ്പെടുന്നതിനെയാണ് ശരിക്കും നമ്മൾ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നമ്മുടെ കയ്യിൽ നിന്നും ചോർന്നു പോകാതെ സംരക്ഷിക്കുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാമ്പും ആയിട്ടുള്ള ബന്ധങ്ങൾ, പാമ്പിൻ്റെ പരിപാടികൾ, പ്രോഗ്രാമുകൾ, അതിൻ്റെ കാഴ്ചപ്പാടുകൾ എല്ലാം എന്നേക്കുമായിട്ട് എങ്ങനെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. അതിനായി പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത്തെ വരനായിട്ട് നമുക്ക് കൂടുതൽ ഒരുങ്ങാം. അതിനെ നമ്മെ ഓരോരുത്തരെയും സർവ്വശക്തനായ യേശു അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.